നമസ്കാരം. നമ്മുടെ മുഖ്യമന്ത്രിയുടെ നാടായ പിണറായി കായലോട് പറമ്പായിൽ ഒരു യുവതി ആത്മഹത്യ ചെയ്തു 2 ദിവസം മുമ്പ്. റസിയ 40 വയസ്സുള്ള വീട്ടമ്മയാണ്. മരണകാരണം എന്താണെന്ന് വെച്ചാൽ ഈ യുവതി ഒരു യുവാവുമായി സംസാരിച്ച് നിന്നതാണ് കുഴപ്പം. ആ യുവാവുമായി സംസാരിച്ച് നിൽക്കുന്ന കണ്ട 3 യുവാക്കൾ സദാചാര പോലീസ് ചമഞ്ഞ് ഇവരെ വന്ന് ചോദ്യം ചെയ്തു, എന്നിട്ട് അപമാനപ്പെടുത്തി. അതുകൊണ്ടാണ് ആ യുവതി ആത്മഹത്യ ചെയ്തത്. ആ യുവാവിനെ പിടിച്ചു വെച്ച് 5-6 മണിക്കൂർ ഇവർ ചോദ്യം ചെയ്ത് അത് ആകെ അപമാനപ്പെടുത്തി. ആ കാരണത്തിലാണ് ആ യുവതി ആത്മഹത്യ ചെയ്തത്. ഞാൻ ചോദിച്ചോട്ടെ, ഇത്രയും ചെയ്യുന്ന ആൾക്കാർ എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന വ്യഭിചാരശാലകളിൽ പോയിട്ട് ചോദ്യം ചെയ്യാത്തത്? അതിനെതിരെ എന്തുകൊണ്ട് വായ തുറക്കുന്നില്ല? കഞ്ചാവ് മയക്കുമരുന്ന് വിൽക്കുന്നില്ലേ ഈ നാട്ടിൽ? അതിനെന്ത് വായ തുറക്കുന്നില്ല? ജാതി മതം തമ്മിൽ തല്ലുന്നില്ലേ? അതിനെന്തുകൊണ്ട് വായ തുറക്കുന്നില്ല? അപ്പോൾ പവറും ഈസി ഉള്ളവർക്ക് ഇവരാരും വായ തുറക്കില്ല. അല്ലാതെ ഒന്നും മിണ്ടാതെ നടക്കുന്ന ആൾക്കാരോ, ഈ 10 രൂപയുടെ കഞ്ചാവ് വിൽക്കുന്നവരോ, ബിവറേജിൽ പോയിട്ട് മദ്യം മേടിച്ചുകൊണ്ടിരുന്നവരോ, അല്ലെങ്കിൽ ഇതുപോലെ സംസാരിച്ച് നിൽക്കുന്നവരോ, അവരുടെ മെക്കിട്ട് കയറാൻ അപ്പോൾ ആരും ചോദിക്കാനില്ലല്ലോ. അപ്പോൾ അവരുടെ മെക്കിട്ട് കയറാനും അവരെ തല്ലാനും ഒരു സ്ത്രീയുടെ ജീവിതം കളഞ്ഞപ്പോൾ ഇവർക്ക് സമാധാനമായോ? ഇത്തരക്കാർ വേറെ ഒരാളുടെ മുമ്പിൽ വായ തുറക്കില്ല. പൈസയും പവറുള്ള ഒരാളുടെ മുമ്പിൽ ഇവർ വായ തുറക്കില്ല. എന്തുകൊണ്ട് വായ തുറക്കില്ല? അവിടെ നടക്കില്ല. അതുകൊണ്ട് മാത്രം ഹൈക്കോടതി വരെ നിയമം പാസ്സാക്കിയതാണ്. ഒരു പ്രായപൂർത്തിയായ പുരുഷനും സ്ത്രീക്കും സമ്മതമാണെങ്കിൽ ലൈംഗിക ബന്ധത്തിൽ വരെ ഏർപ്പെടാമെന്നുള്ളത് ഹൈക്കോടതി വരെ പാസ്സാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത്തരം ആൾക്കാരെന്ന് വെച്ച് പറഞ്ഞാൽ മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ ഇവർക്ക് ഒരു കുത്തിക്കഴപ്പാണ്. മനസ്സിലായോ? അല്ലാതെ ഇത് സദാചാര പോലീസോ നാട് നന്നാക്കാനുള്ള ഇതൊന്നും അല്ല ഇവരുടെ ആവശ്യം. മനസ്സിലാവുന്നുണ്ടോ? ഇവർ വേറൊരു സ്ഥലത്തും പോയി സംസാരിക്കില്ല ഇത്തരം കാര്യങ്ങൾ. എത്ര പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് നാട്ടിൽ. ഇങ്ങനത്തെ ആൾക്കാർ എവിടെയും ഇടപെടുന്നുണ്ടോ? പ്രശ്നങ്ങൾ ഉണ്ടാക്കാനല്ലാതെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരാൾ അവിടെ കാണാനില്ലല്ലോ. അപ്പോൾ ഇവരുടെ നല്ല പ്രവൃത്തി കൊണ്ട് ഒരു സ്ത്രീയുടെ ജീവിതം കളഞ്ഞപ്പോൾ ഇവർക്ക് സമാധാനമായി. ഇവരെ പേര് കൂടി ഞാൻ അവസാനം വെളിപ്പെടുത്താം. നാട് നന്നാക്കേണ്ടത് ഇങ്ങനെയല്ല മക്കളെ, ഇങ്ങനെയല്ല. നിങ്ങൾ നല്ല സ്ഥലത്ത് പോയിട്ട് സംസാരിക്കുക. ഇത്തരം കാര്യങ്ങളുണ്ടല്ലോ, ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ നല്ല സ്ഥലത്ത് പോയി സംസാരിക്കുക. അപ്പം അറിയാം അതിൻ്റെ ഗുണവും ദോഷങ്ങളും നിങ്ങൾക്ക്. അല്ലാതെ ഒരു സ്ത്രീയും പുരുഷനും സംസാരിച്ചതുകൊണ്ടോ, അല്ലെങ്കിൽ അവരൊന്ന് നടന്നു പോയതുകൊണ്ടോ, ഒരു കാറിൽ കണ്ടതുകൊണ്ടോ അവർ പിന്നാലെ പോയിട്ട് അവർ ചോദ്യം ചെയ്യലല്ല നിങ്ങളുടെ സദാചാരം. ഈ സദാചാരം ഉണ്ടാക്കുന്ന കുറേ ആൾക്കാരുണ്ട്, കുഴപ്പന്മാർ. അവർ ഈ സദാചാരം ആദ്യം നിർത്തണം. ഇവരെയൊക്കെ ഉണ്ടല്ലോ നമ്മൾ തോക്കെടുത്ത് വെടിവെച്ച് പോലെയാണ് ആദ്യം വേണ്ടത്. അല്ലാതെ ഇനി കേരളത്തിൽ തോക്കില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്ര നായിൻ്റെ മക്കൾ ആദ്യം അടിച്ച് തല പൊളിക്കണം. ഇത് കേരളമാണ്, കേരളം. അല്ലാതെ വേറെ രാജ്യങ്ങളൊന്നല്ലേ. ജനാധിപത്യ രാജ്യമാണ്, ജനാധിപത്യ രാജ്യം. ഫൈസൽ, റഫനാസ്, മുബേഷിർ, ഇങ്ങനെ 3 യുവാക്കളാണ് ആ യുവതിനെ മരണത്തിലേക്ക് തള്ളിവിട്ട ആൾക്കാർ.